ആദ്യത്തെ സ്വെയറിംഗ് ഇൻ സെറിമണിയിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതാണ് എഫിഷ്യൻസിക്കായിരിക്കും മാർക്ക് ഇടുക എന്ന്. എഫിഷ്യൻസിക്കാണ് എല്ലാ വികസിത രാജ്യങ്ങളും ഉദ്യോഗസ്ഥർക്ക് മാർക്ക് ഇടുന്നത്, അവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നത്, ഇൻക്രിമെന്റ് കൊടുക്കുന്നത്. അതല്ലാതെ ചുമ്മാ അവിടെ പോയിട്ട് കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണും ഒക്കെ പിടിച്ച് സുഖമായിട്ടിരുന്നിട്ട് വൈകുന്നേരം ഇറങ്ങി പോകുന്നവർക്കല്ല പ്രൊമോഷനും ഇൻക്രിമെന്റും ശമ്പള പരിഷ്കരണവും ഒക്കെ കൊടുക്കുന്നത് എന്നത് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഓർക്കണം. അതുപോലെ സമൂഹവും മനസ്സിലാക്കണം, അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും മനസ്സിലാക്കണം. എഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഈ പറയപ്പെട്ട 1 രൂപ പോലും കുടിശ്ശികയായിട്ട് വരില്ല. നികുതി അടയ്ക്കാത്തവന്റെ ചെവിയിൽ അപ്പോ തന്നെ പിടിക്കണം. അത് CAG ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ ഈ നികുതി അടവ് ഇങ്ങനെ കുടിശ്ശികയായി പോകുന്നത്? CAG പറയുന്നു വകമാറ്റി ചെലവഴിക്കൽ. അത് 2023 CAG ഇത് 2024 വെച്ച റിപ്പോർട്ടിലാണ് ഇന്ന് പറയുന്ന പല കണക്കുകളുള്ളത്. പക്ഷെ 2023 മാർച്ചിൽ CAG പുറത്തുവിട്ട കണക്കുണ്ട്. ആ കണക്കിൽ പറയുന്നുണ്ട് വകമാറ്റി ചെലവഴിക്കുന്നത് മാത്രമല്ല അവിടെ CAG ചൂണ്ടിക്കാണിക്കുന്നത് ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്താതിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇന്റേണൽ ഓഡിറ്റിംഗ്? അതായത് ഇന്റേണൽ ഓഡിറ്റിങ്ങിന് ഇന്റേണൽ ഓഡിറ്റേഴ്സ് ധാരാളം പേരുണ്ട് സർക്കാർ സർവീസിൽ. അവർക്ക് ജോലിയില്ല. എന്താ ജോലിയില്ലാത്തത്? അവർ ഓഡിറ്റിങ്ങിന് വേണ്ടി ചെല്ലുമ്പോൾ വകുപ്പുകൾ സമ്മതിക്കത്തില്ല. എന്തുകൊണ്ട് വകുപ്പുകൾ സമ്മതിക്കുന്നില്ല? കാരണം ആ വകുപ്പിൽ ഏത് പർപ്പസിനാണോ ഫണ്ട് അലോട്ട് ചെയ്തിരുന്നത് ആ പർപ്പസിന് വേണ്ടി ആ ഫണ്ട് ഉപയോഗിച്ചിട്ടില്ല. ആ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു. പിന്നെ എന്ത് ഓഡിറ്റിംഗാ നടത്താൻ പറ്റുക? ഓഡിറ്റ് നടത്തി അടിമേടിക്കേണ്ടി വരും വകുപ്പ്. അതുകൊണ്ട് ഓഡിറ്റ് എങ്ങനെയെങ്കിലും നിരുത്സാഹപ്പെടുത്തും. എന്നിട്ട് CAG എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? അങ്ങനെ ഓഡിറ്റിംഗ് നടത്താതിരിക്കുമ്പോൾ CAG പറയും, CAG ഒരു ഇൻഡാസ് കൊടുക്കും. അതായത് CAG ഇന്ന ദിവസം ഇന്ന വകുപ്പുകളിൽ ഓഡിറ്റിങ്ങിന് വരുന്നു. അങ്ങനെ പറയുമ്പോൾ ഇവർക്ക് ഓഡിറ്റിങ്ങിന് പോകാതിരിക്കാൻ ഒക്കില്ല. ആ ഡോക്യുമെന്റ് കണ്ടുവേണം വെരിഫിക്കേഷനൊക്കെ നടത്തി അത് എല്ലാം തെറ്റാണെന്ന് കണ്ടാൽ നേരിട്ട് വേറെ ഇത് ചെയ്യേണ്ടതുണ്ട് CAGക്ക്. അങ്ങനെ വരുമ്പോഴാണ് ഓടിച്ചിട്ട് ഒരു ഓഡിറ്റിംഗ് നടത്തിക്കുന്നത്, ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തിക്കുന്നത്. ഇതൊക്കെ ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്താൻ താല്പര്യമുള്ള വളരെ കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥർ ഓഡിറ്റേഴ്സ് ഉണ്ട് സെക്രട്ടേറിയറ്റില്. അവര് തന്നെ നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ തൽപരരാണ് ഓഡിറ്റിങ്ങിന്, പക്ഷെ ഞങ്ങൾ ഓഡിറ്റിങ്ങിന് ചെല്ലുമ്പോൾ ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നു, തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. അവസാനം CAG വരുന്നു എന്ന് പറയുമ്പോഴാണ് ഞങ്ങളെ അനുവദിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ ഓഡിറ്റിംഗ് നടത്താൻ പറ്റില്ല, സമയമില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എവിടെ ഇരിക്കുന്നു മുഖ്യമന്ത്രിയുടെ കാര്യക്ഷമത എന്നത് നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കുകയും ചോദിക്കുകയും ചെയ്യേണ്ടുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഓരോ വകുപ്പും കൊടുക്കേണ്ട കുടിശ്ശികകളെല്ലാം കൂടി കിടക്കുകയാണ്. എങ്ങനെയാ ഗവൺമെന്റിന് കുടിശ്ശിക കഴിഞ്ഞ് തന്നേരെ കുടിശ്ശിക വെക്കരുത് എന്നും പറഞ്ഞ് ആരുടെയെങ്കിലും ചെവിക്ക് പിടിക്കാൻ പറ്റുക? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ കുടിശ്ശിക പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്കറിയാവുന്നത്? ഉദാഹരണത്തിന് കേരളീയം നടത്തി സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്തു. സ്പോൺസർഷിപ്പ് കോടിക്കണക്കിന് രൂപ കൊടുത്ത് സ്പോൺസർഷിപ്പ് എടുത്ത ഏതെങ്കിലും ഒരു വ്യാപാരിയുടെയോ വ്യവസായിയുടെയോ അല്ലെങ്കിൽ കല്ലുവെട്ട് മുതലാളിയുടെയോ ക്വാറി മുതലാളിയുടെയോ അടുത്തിയെന്ന് കുടിശ്ശിക അടയ്ക്കാത്ത എന്ന് ചോദിക്കാനോ ചെവിക്ക് പിടിക്കാനോ പറ്റില്ല. കാരണം എന്താണ്? അവരെ കൊണ്ടൊക്കെ നിർബന്ധമായിട്ട് സ്പോൺസർഷിപ്പ് കോടികൾ എടുപ്പിച്ചതാണ്. അതൊക്കെ സർക്കാരിന്റെ കാണാ ഖജനാവിലേക്ക് കടന്നുപോയി. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവർക്ക് എങ്ങനെയാണ് ആരുടെയെങ്കിലും ചെവിക്ക് പിടിച്ച് കാര്യക്ഷമത വർദ്ധിപ്പിച്ച് കുടിശ്ശിക ഇല്ലാതെയാക്കാൻ പറ്റുക? അപ്പൊ അങ്ങനെയുള്ള വലിയ അപരാധങ്ങൾ ഒരു ഗവൺമെന്റ് ചെയ്താൽ അതിൻ്റെ പ്രതിഫലം എന്തായിരിക്കും? ഇതുപോലെ കുടിശ്ശികയാവുക, ഒരു നിവൃത്തിയുമില്ലാതെ ചെലവ് കുതിച്ചുയരുക, വരുമാനം ഇല്ലാതിരിക്കുക, ഇതൊക്കെ തന്നെയായിരിക്കും അപ്പം ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ വകമാറ്റി ചെലവഴിക്കൽ പോലെയുള്ള മാമാങ്കങ്ങൾ മൂലം എന്ത് സംഭവിക്കുന്നു? റവന്യൂ വരുമാനത്തെക്കാൾ വളരെ കൂടുതലാകുന്നു റവന്യൂ ചെലവ്. അപ്പോൾ റവന്യൂ ചെലവ് ഇവർ മനസ്സിലാഗ്രഹിക്കുന്നത് പോലെ പല കാര്യങ്ങളും ചെയ്യുകയാണ്. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഈ റവന്യൂ വരുമാനമായിട്ട് നികുതിയേതരം കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം, ഈ 3 തരത്തിലും കൂടെ കിട്ടുന്ന വരുമാനം തികയില്ല. അപ്പോൾ പോയി കടമെടുക്കുന്നു. കടമെടുത്തോളൂ, പക്ഷെ അത് റവന്യൂ ചെലവിനാകരുത് എന്നാണ് നിയമം അനുശാസിക്കുന്നത്. ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട്. ആ ആക്ട് എന്താണ് പറയുന്നത്?
കടമെടുക്കുന്നത് GSDPയുടെ 3% ആകാവൂ. GSDP മീൻസ് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര മൊത്ത വരുമാനം. ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 3% വരെ ആകാവൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ കടമെടുപ്പിന്റെ ആ ശതമാനം നമുക്കൊന്ന് നോക്കാം. കടമെടുപ്പിന്റെ ശതമാനം നോക്കുമ്പോൾ അതിന് ഏത് ടേബിളാണ് നോക്കേണ്ടത്? നിങ്ങൾക്ക് ആർക്കും ഇതൊക്കെ പഠിക്കാവുന്ന വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഈ ബജറ്റ് ഇൻ ബ്രീഫ് ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, ടേബിൾ A7 ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, അതാണ് അതിൻ്റെ ഹെഡിങ്. അതിനകത്ത് ടോട്ടൽ ഡെറ്റ് ആസ് പെർസെൻറ്റേജ് ഓഫ് GSDP, അതായത് ഡെറ്റ് GSDP റേഷ്യോ കൊടുക്കുന്നുണ്ട് ഒരു കോളത്തിൽ. എന്താ ആ കോളത്തിലുള്ള ഒരു റോയിൽ, ആ റോയിൽ എന്താ പറയുന്നതിന് മുൻപ് ഡെറ്റ് GSDP റേഷ്യോ ഞാൻ ഒന്നോടെ ആവർത്തിക്കുകയാണ്. ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് 2003 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹകരണത്തോടെ കൊണ്ടുവന്ന് പാസ്സാക്കിയത്. 2002 ബില്ല് കൊണ്ടുവന്നു, 2003 അത് പൂർണ്ണ സജ്ജമായി പാസ്സാക്കി. ഈ ബില്ലിനകത്ത് പറഞ്ഞിരിക്കുന്ന എന്താണ്? ഒരു സംസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെയോ ഒരു വർഷത്തെ കടം 3% GDPയുടെ കേന്ദ്രമാണെങ്കിൽ, GSDP സംസ്ഥാനമാണെങ്കിൽ 3% കൂടാൻ പാടില്ല. രണ്ടാമത്, ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ്. എന്താണ് ഈ ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് ഓർ ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്? അതായത് പല വർഷമല്ല, ആ സംസ്ഥാനം രൂപീകരിച്ച വർഷം മുതൽ കൂട്ടിച്ചേർക്കപ്പെട്ട കടം, അതാണ് ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ആ ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ 29%, അതായത് GSDPയുടെ 29% കൂടാൻ പാടില്ല ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പം നമുക്ക് അത് മാത്രം നോക്കാം. അത് GSDPയുടെ പെർസെൻറ്റേജ് ആയിട്ട് പറയും, മറ്റത് വെറുതെ കുറേ കണക്കുകളാണല്ലോ. ആ കണക്കുകളെ GSDPയുടെ പെർസെൻറ്റേജ് ആയിട്ട് നോക്കുമ്പോൾ എത്രയായിരിക്കുന്നു? 29 ആണോ, 29 താഴെയാണോ, അതിന് മുകളിലാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആ സ്റ്റാൻഡ് എങ്ങനെയാണെന്ന് മനസ്സിലാകും. അതായത് ഫിസ്ക്കൽ പൊസിഷൻ എന്താണ് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ടോർച്ചാണ് ഈ പറയപ്പെട്ട ഡെറ്റ് GSDP റേഷ്യോ, ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് GSDP റേഷ്യോ. 2021-22 35.92% അതായത് 29% നിജപ്പെടുത്തേണ്ടത് 35.92%. ഇനി 22-23 34.67%. ഇനി 23-24 34.29%. 24-25 ബജറ്റ് എസ്റ്റിമേറ്റ് അനുസരിച്ച് 34.15%. 2024-25. ഇനി ഈ വർഷത്തെ ബജറ്റ് വരാൻ പോകുന്നേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആകുന്നത് എന്താണ്? 2020 ശേഷം ഇങ്ങോട്ടുള്ള ഒറ്റ വർഷവും ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് 29%-ഓ അതിൽ താഴെയോ ആയിരിക്കണം എന്ന ആ നില കേരള ഗവൺമെൻറ്റിന് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എല്ലായ്പ്പോഴും 35-ന്റെ ചുറ്റുവട്ടത്തിൽ, 35-ന് മുകളിലോ അതിൻ്റെ തൊട്ട് താഴെയോ ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ കടമെടുപ്പിൽ നാം ഒരു പരാജയമാണ്. കടമെടുക്കുന്ന പണം റവന്യൂ ചെലവിന് വേണ്ടി വകമാറ്റുന്നു. അതുകൊണ്ട് സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളോ നടത്തുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തിക ഉത്തരവാദിത്തം ഇൻഫ്രാസ്ട്രക്ചർ, അതായത് മൂലധനം, ഇൻഫ്രാസ്ട്രക്ചർ അതായത് ഭൗതിക അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉപയോഗിക്കുന്നില്ല. ഒറ്റ ഉദാഹരണം എടുത്താൽ മതി. അതായത് മാനന്തവാടിയിൽ പഞ്ചാരക്കൊല്ലിയിൽ എന്താ സംഭവിച്ചത് എന്ന് നമുക്കറിയാം. നരഭോജിയായ ഒരു കടുവ ഒരു ജോലിക്ക് കാപ്പി കുരു പറിക്കാൻ തോട്ടത്തിലേക്ക് പോയ ഒരു സ്ത്രീയെ കടിച്ചു കൊന്നു, പകുതിയോളം തിന്നും തീർത്തു. അപ്പോഴേക്കുമാണ് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്, ഫോറസ്ട്രിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? അങ്ങനെ വരുന്നതിന് കാരണം എല്ലായ്പ്പോഴും കേരളത്തിൻ്റെ എല്ലാ ജില്ലകളും തന്നെ, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആലപ്പുഴ ജില്ല മാത്രം അതിനൊരു അപവാദമുള്ളത്. ബാക്കി എല്ലാ ജില്ലകൾക്കും ഇങ്ങനെ വൈൽഡ് ലൈഫുമായിട്ടുള്ള സംഗമമുണ്ട്. അതായത്
മനുഷ്യ വന്യജീവി സംഘർഷം വളരെ രൂക്ഷമാണ്. വയനാട് ജില്ല, ഇടുക്കി ജില്ല, പത്തനംതിട്ട ജില്ല ഇവയിലൊക്കെ, അല്ല തൃശ്ശൂരും ഈവൻ എറണാകുളം ജില്ലയ്ക്ക് പോലും അത്തരം കെടുതികളുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്തിന് എല്ലാ ജില്ലകൾക്കും എക്സെപ്റ്റ് ആലപ്പുഴ. അപ്പോൾ ഇവിടെയൊക്കെ എന്ത് വേണമെന്നാ സാധാരണ പറയണത്? ഞാനൊക്കെ സ്ഥിരം പറയാറുള്ള ഒരു കാര്യമാണ്, തൊഴിലുറപ്പ് പദ്ധതിക്കാരെ, സർക്കാരിന്റെ കയ്യിലല്ലേ പണം ഇല്ലെന്ന് പറയണത്. ശരി, വേണ്ട, ആ പണം എടുക്കണ്ട. തൊഴിലുറപ്പ് പദ്ധതി 90 രൂപ കേന്ദ്രം മുടക്കുമ്പോൾ 10 രൂപ സംസ്ഥാനം മുടക്കിയാൽ മതി. ആ തൊഴിലുറപ്പ് പദ്ധതിക്കാരുടെ പണിക്കാരെ കൊണ്ട്, തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നതൊക്കെ സ്ത്രീകളെ, ഒരു കുഴപ്പവുമില്ല. അവരസലായിട്ട് തൂമ്പ എടുത്ത് കിളയ്ക്കും. നേരത്തെ ആദ്യം തന്നെ ഈ ട്രഞ്ച് ഉണ്ടാക്കുന്ന ആ ഒരു പദ്ധതി കൊണ്ടുവന്നപ്പോൾ തന്നെ വയനാട് ജില്ലയിലും പാലക്കാട് ജില്ലയിലും ഒക്കെ ആന മനുഷ്യവാസ കേന്ദ്രത്തിലേക്ക് കടക്കാതിരിക്കാൻ ട്രഞ്ച് ഉണ്ടാക്കിയത് ഈ പറയപ്പെട്ട തൊഴിലാളികളായിരുന്നു, തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അപ്പോൾ ഈ പണ്ടൊക്കെ കോൺക്രീറ്റ് ചെയ്യില്ല, ട്രഞ്ച് ഉണ്ടാക്കി, അത് കോൺക്രീറ്റ് ചെയ്ത് നല്ല ഒന്നാം തരം ട്രഞ്ചാക്കുക. അതുപോലെ തന്നെ ഗുണ്ടൽപേട്ട് മോഡൽ എന്താണ്? കടുവ, പുലി, അതുപോലെയുള്ള ഒരു കാട്ടുമൃഗവും കടന്നു കയറില്ലാത്ത പരുവത്തിൽ വലിയ പൊക്കവും സ്ട്രോങ് ആയിട്ടുള്ള മതിൽ കെട്ടുന്നു. വലിയ മതിൽ, ആ കോട്ടമതിൽ പോലെയുള്ള മതിൽ, ആ മതിൽ ചാടിക്കിടന്ന് ഒരു മൃഗവുമില്ല. ഇതൊക്കെ ചെയ്യുന്നതിന് സംസ്ഥാന ഗവൺമെന്റിന് കാര്യമായ ചെലവില്ലാതെ, അതായത് 10% മാത്രമാണ് സംസ്ഥാനത്തിന് ചെലവ് വരിക. ആ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ടാണ് ഈ ജോലികൾ ചെയ്യിക്കുന്നത് എങ്കിൽ, അത് മാത്രവുമല്ല, അതിന് വേണ്ട മറ്റ് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങുന്നതിനൊക്കെ പണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പണവും കൂടി കേന്ദ്രം കൊടുക്കുകയും ചെയ്യും. അത് അല്ലെങ്കിൽ അതിൻ്റെയും 90% കേന്ദ്രം കൊടുക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിനു വേണ്ടി ശ്രമിക്കാത്തത് എന്നതിൻ്റെ ഒരു തെളിവാണ് ആദിവാസി സ്ത്രീയെ കടുവ തിന്നത്. കടുവ കഴിഞ്ഞ 5-10 വർഷം കൊണ്ട് 8 പേരെ കൊന്നു തിന്നിരിക്കുന്നു വയനാട്ടിൽ. അതുപോലെ തന്നെ നമുക്ക് അന്വേഷിക്കണം, ഇടുക്കിയിൽ എത്ര പേർ, ആ തരത്തിൽ എത്ര പേർ ആനയുടെ ചവിട്ടേറ്റ് ചാകുന്നു. അത് ഈ പ്രാവശ്യം തന്നെ വയനാട് ജില്ലയിൽ തന്നെ എത്ര പേർ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു, ഇതൊക്കെ അറിയാം. അപ്പൊ ഇതിനൊക്കെ എതിരെ, അതായത് ഈ പറയപ്പെട്ട മൂലധന നിക്ഷേപം വേണ്ട മേഖലകളില് അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ വിക്ടിംസ് ആണ് മരിച്ച ആദിവാസി സ്ത്രീയും ഇതുപോലെ കൊല്ലപ്പെടുന്ന മറ്റ് നിരവധി പാവപ്പെട്ട കഠിനാധ്വാനികളായ ജനസമൂഹവും. അപ്പം ഇതൊക്കെ ഓർത്തു കൊണ്ടുവേണം സർക്കാർ കടമെടുക്കുന്ന പണം, കടമെടുക്കുന്ന ആവശ്യത്തിന് വേണ്ടി തന്നെ ചെലവഴിക്കണം, മൂലധന നിക്ഷേപത്തിന് വേണ്ടി തന്നെ ചെലവഴിക്കണം. കടമെടുത്ത് എങ്ങനെയും നശിക്കട്ടെ എന്ന് കടമെടുത്ത് ആ പണം കൊണ്ട് PRD വർക്കിന് പോവുകയല്ല വേണ്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ ആരാണ് ഈ സർക്കാരിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക? പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകില്ല. ഇവർക്ക് മനസ്സിലാകണമെങ്കിൽ ഇവര് ഒരു ഇലക്ഷനില് ആ നെല്ലം പരിശായിട്ട് വീഴണം. ഇപ്പോ വെസ്റ്റ് ബംഗാളിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാമല്ലോ. 35 വർഷം ഭരിച്ചിട്ട് ബംഗാളിലെ അടുപ്പ് പുകയണമെങ്കിൽ അവിടുത്തെ യുവാക്കൾ കേരളത്തിൽ വന്ന് പണിയണമെന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ആ അവസ്ഥ കേരളത്തിന് ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ കണ്ണു തുറന്ന് യുക്തിസഹമായി ചിന്തിച്ച് വേണം വോട്ട് ചെയ്യാനും ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കാനും. ബ്രൂവറി ഇഷ്യൂ ഇപ്പൊ എലപ്പുള്ളിയിലുണ്ട്. എലപ്പുള്ളിയിലെ ബ്രൂവറി ഇഷ്യൂ കാണുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഞാൻ അവിടെ ഡേറ്റ കളക്ഷന് പോയതാണ് എൻ്റെ PhD വർക്കിന്റെ സമയത്ത്. അങ്ങനെ ഡേറ്റ കളക്ഷന്, നെല്ലിന് വേണ്ടിയുള്ള രാസവള ഉപഭോഗം പഠിക്കാൻ പോയതാണ്. അപ്പൊ അവര് പറഞ്ഞു, എലപ്പുള്ളിക്കാരും പറഞ്ഞു, പ്ലാച്ചിമടക്കാരും പറഞ്ഞു, രണ്ടാം കൃഷിയുടെ വരുമാനം കുറവാണ്, ഉൽപാദനക്ഷമത. കാരണം എന്താണ്? വെള്ളത്തിന്റെ ചുരുക്കം കാരണം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് വേണ്ട അളവിൽ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ആ കർഷകർ 1996 ഞാൻ ഡേറ്റ കളക്ഷന് പാലക്കാട്ട് പോയത്. അന്ന് അവിടുത്തെ കർഷകരെ, ഞാൻ 250 കർഷകരെ നേരിട്ട് കണ്ട് സംസാരിച്ചതാണ്. അന്ന് കൊടുത്ത ക്വസ്റ്റ്യനെയർ ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരം നൽകുമ്പോഴാണ് അവർ പറഞ്ഞത്, വെള്ളത്തിന്റെ ഷോർട്ടേജ് കാരണം രണ്ടാം വിള വേണ്ട രീതിയിൽ ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഉൽപാദനം കുറവാണ് എന്ന് ആ കർഷകർ എന്നോട് പറഞ്ഞത്. എന്ന് വെച്ചാൽ 96 ജലദൗർലഭ്യമുള്ള ഒരു ജില്ലയാണ് പാലക്കാട്. ആ പാലക്കാട് ജില്ലയിലേക്ക് ബ്രൂവറി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ആലോചിക്കണം.
അപ്പം ഈ നമ്മൾ പരിസ്ഥിതിയെ താലോലിച്ചുകൊണ്ട് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നികുതി പണം ചെലവഴിക്കുന്ന ഒരു ഗവൺമെന്റ് അതാണ് ചെയ്യേണ്ടത്. അത് ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്യുന്നില്ല എന്നതുകൊണ്ടാണ് CAG-യെ കൊണ്ട് ഇത്ര കടുത്ത ഭാഷയിൽ ഇതുപോലെ ഒരു റിപ്പോർട്ട് പുറത്തുവിടിക്കേണ്ടി വന്നത്. CAG-ക്ക് നാം നന്ദി പറയുക. ഗവൺമെന്റ് മൂർധാബാദ് എന്ന് വിളിക്കുന്നതോടൊപ്പം CAG സിന്ദാബാദ് എന്നുകൂടി വിളിക്കാൻ നാം മറക്കേണ്ടതില്ല.